ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വ്ളോഗായിട്ടാണ് എന്തായാലും വന്നിട്ടുള്ളത്. പക്ഷേ എവിടേക്ക് പോവും, എങ്ങനെ പോവും എന്നുള്ള തീരുമാനമൊന്നും ഇല്ല കേട്ടോ. പെട്ടെന്നുള്ള തീരുമാനമാണ്, ചടപടാന്നുള്ള തീരുമാനമാണ്, പെട്ടെന്നുള്ള മനം മാറ്റം എന്ന് തന്നെ പറയാം കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പറഞ്ഞതാണ് നമുക്ക് പുറത്ത് പോകാമെന്ന്. അപ്പോൾ എവിടേക്ക് പോകണം എന്നുള്ള ഒരു ഇതുമില്ല, പ്ലാനിങ്ങും ഇല്ല. എന്തായാലും എനിക്ക് കേക്ക് ഹബിലോട്ടേക്ക് പോകണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. ചക്കരക്കല്ല് കേക്ക് ഹബിലോട്ടേക്ക് അവിടെ പോയവരൊക്കെ നല്ലൊരു ഇതാണ് പറയുന്നത്. അവിടുത്തെ ഐറ്റംസൊക്കെ അടിപൊളിയാണെന്നാണ് പറയുന്നത്. അങ്ങനെ അവിടെ പോകണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ട് അവിടുത്തെ കേക്ക്സൊക്കെ കണ്ടപ്പം തന്നെ ഞാൻ എത്തിയിട്ടുണ്ട്. അടിപൊളിയാണ്. അപ്പോൾ എന്ത് കഴിക്കണം എന്നുള്ളത് കൂടി ഒന്ന് തീരുമാനിക്കണം. എന്തായാലും എൻ്റെ ഫേവറേറ്റ് ഐറ്റംസ് മാത്രമേ കഴിക്കും. അങ്ങനെ കഴിക്കാൻ തന്നെയാണ് അവിടെ വന്നിട്ടുള്ളത്. അപ്പം പിന്നെ ഇവിടുത്തെ എല്ലാം ഒരു സെറ്റിങ്സൊക്കെ അടിപൊളിയാണ് കേട്ടോ. നല്ല ഒരു ഭംഗിയുണ്ട്. എന്താ പറയുക, ഒരു പിങ്കിഷ് ആണ് അവിടുത്തെ എല്ലാം. ഫുൾ തീം തെച്ചും പിങ്ക് ആയിട്ടാട്ടോ ഉള്ളത്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയ പോലെ തോന്നിപ്പോയി പെട്ടെന്ന്. അങ്ങനെ നമ്മൾ ഓർഡർ ആക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോക്കിംഗ് ബ്രൗണിയാണ് ഫസ്റ്റ് ഓർഡർ ആക്കിയിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് കഴിച്ച് നോക്കാം. ഏതായാലും ബ്രൗണി എനിക്ക് തോന്നുന്നു സ്മോക്കിംഗ് ബ്രൗണിനെക്കാട്ടി നല്ലത് അത് സ്മോക്കിംഗ് ചെയ്യാതെയുള്ള ബ്രൗണിയാണ് ടേസ്റ്റ് എന്നാണ് തോന്നിയിട്ടുള്ളത്. എന്നാലും കുഴപ്പമില്ല. നമ്മളുടെ ഐസ്ക്രീമും ബ്രൗണിയൊക്കെ കൂടി ചോക്ലേറ്റൊക്കെ കൂടി കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കുഴപ്പമില്ലാണ്ട്, അങ്ങനെ വലിയ ടേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. എന്നാലും എനിക്കിഷ്ടമായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ലോഡർ ഫ്രൈസാണ് ഓർഡർ ആക്കിയിട്ടുള്ളത്. ലോഡർ ഫ്രൈസ് പിന്നെ എവിടെ പോയി കഴിഞ്ഞാൽ എനിക്കൊന്നും ഓർഡർ ആക്കാതിരിക്കാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഐറ്റമാണ്. എന്തായാലും ഓരോ സ്ഥലങ്ങളിൽ കഴിക്കുന്നത് സംബന്ധിച്ച് നമുക്ക് ഇവിടുത്തെ വലിയ ഇഷ്ടമായിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ ഓർഡർ ആക്കിയിട്ടുള്ളത് ഇത് മാംഗോ ഡെലീഷ്യസ്, അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുള്ളത്. പിന്നെ മസാലപ്പൂരി, അതൊക്കെ കഴിച്ചപ്പം തന്നെ വയറൊക്കെ ഫില്ലായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു കടലക്കട്ടയും കൂടി അവിടെ തന്നെ വാങ്ങിച്ചു കേട്ടോ. ഞങ്ങൾക്ക് വണ്ടിയിൽ നിന്ന് എന്തായാലും ഇങ്ങനെയുള്ളതൊന്നും കഴിച്ചിട്ടുള്ള ശീലമുള്ളതുകൊണ്ട് അത് ഒഴിവാക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ വന്നത് പെയ്യാമ്പലം ബീച്ചിലോട്ടേക്കാട്ടോ ലാസ്റ്റ് തീരുമാനിച്ചിട്ടുള്ളത്. ഇവിടെ കുറേ ആയി വരാതെ, ബീച്ചിലോട്ട് കുറേ ആയി വരാതെ ഡിസ്നി വൈബ്സിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ ബീച്ചിലോട്ടേക്ക് കുറേ ആയി വരാതെ. ഫസ്റ്റ് പണ്ടൊക്കെ കൂടുതലും ഇവിടെയാണ് വരാറ്, പക്ഷേ ഇപ്പോൾ കുറവാണ്. അങ്ങനെ ഇവിടെ കുറച്ച് സമയം അങ്ങനെ സ്പെൻഡ് ചെയ്ത് നല്ല അടിപൊളി തന്നെ കേട്ടോ. പിന്നെ ഇവിടെ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നടപ്പാതയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു പയ്യാമ്പലം ബീച്ചിൽ. ലാസ്റ്റ് ഭാഗം തൊട്ടിട്ട് സെൻറ്റർ വരെ അങ്ങനെ ആക്കിയിട്ടുണ്ട്. അതിലൂടെ നടന്നു പോകാനൊക്കെ നല്ല രസമായിരിക്കും. പക്ഷെ ഞങ്ങൾ വന്ന സമയം എന്ന് പറയുന്നത് നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം വന്ന് അവിടെ മോൾ ഉറങ്ങിയോണ്ട് അവിടെ ഇരുന്നു. പിന്നെ ഇവിടെ നടക്കാൻ വേണ്ടി വന്ന് നോക്കുമ്പം നല്ല ലേറ്റായി. പിന്നെ ചെറിയ കുട്ടികളൊക്കെ വെച്ചിട്ട് നടക്കാന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ്. പിന്നെ ആ കപ്പിൾസിനും അതേപോലെ മക്കളൊക്കെ വലുതായിനെങ്കിലൊക്കെ അങ്ങനെ മക്കൾ നടക്കുന്ന കുട്ടികളുണ്ടെങ്കിലൊക്കെ നടന്നു പോകാൻ നല്ലതായിരിക്കും. അല്ലാതെ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് പോലെ തോന്നിയോണ്ട് ഞാൻ പിന്നെ അങ്ങോട്ട് പോയില്ല. എന്തായാലും അടിപൊളി തന്നെ കേട്ടോ. പിന്നെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ മിക്സ്ഡ് ഫ്രൂട്ട്സ് എന്തായാലും കഴിക്കൽ എന്താ പറയുക നിർബന്ധമാണ്. അത് കഴിച്ചു. അപ്പോൾ അതിലുള്ള മാങ്ങ നല്ല ടേസ്റ്റ് കണ്ടിട്ട് സേതൊക്കെ പറഞ്ഞു എന്നാലും മാങ്ങ മാത്രം വാങ്ങിക്കാമെന്ന് പറഞ്ഞു. അതിൽ നല്ലൊരു എന്താ പറയുക പകുതി പഴുത്ത മാങ്ങയായിരുന്നു. അങ്ങനെ മാങ്ങ മാത്രം വാങ്ങിച്ച് നോക്കിയപ്പോൾ നല്ല പച്ച മാങ്ങയായിരുന്നു കിട്ടിയത്. അത് വലിയ ടേസ്റ്റ് തോന്നിയിട്ടില്ല. എന്തായാലും അവിടുത്തെ കെച്ചപ്പെല്ലാം കൂട്ടി കഴിക്കാൻ നല്ലതന്നെ. പിന്നെ അവിടെ എന്തൊക്കെയോ പറയുന്നത് കേട്ടിട്ടുണ്ടായിന്. അങ്ങനെ അത് കുറച്ച് അടച്ചിടൊക്കെ ചെയ്തിട്ടുള്ളതുകൊണ്ട് വലിയൊരു തൃപ്തികരമായിട്ട് കഴിച്ചിട്ടില്ല. പിന്നെ നമ്മൾ ഷവർമ സ്പോട്ടിൽ തന്നെ വന്നിട്ടുണ്ട്. ഷവർമ കഴിക്കാനാണ് ഇന്ന് പ്രത്യേകിച്ച് ഇറങ്ങിയത്. ഷവർമ കഴിക്കണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. അങ്ങനെ ആഗ്രഹങ്ങൾ അങ്ങനെ നീട്ടി വെച്ച് പോകുന്നില്ല. അങ്ങനെ നമ്മൾ ഷവർമ സ്പോട്ടിലേക്ക് വന്നിട്ടുണ്ട്. റെസ്റ്റോറൻറ്റിൻ്റെ പേര് അൽത്താസ് എന്നാട്ടോ. അവിടെ നല്ല സ്പെഷ്യൽ ഷവർമയൊക്കെ കിട്ടും. നല്ല അടിപൊളി ഷവർമയൊക്കെ കിട്ടും കേട്ടോ. അങ്ങനെ നമുക്ക് വേണ്ടുന്നതൊക്കെ നമ്മളായിട്ട് ഓരോ ആൾക്കാർക്ക് ഇഷ്ടമുള്ളത് ഓർഡർ ആക്കിയിട്ടുണ്ട്. അൽത്താസ് സ്പെഷ്യൽ ഷവർമയൊക്കെ ഉണ്ട്, അതൊക്കെ ഓർഡർ ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈവനിങ് എന്താ പറയുക അതൊക്കെ കഴിച്ചത് കൊണ്ട് ആർക്കും വലിയ വിശപ്പൊന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും പിന്നെ ഇത് കഴിക്കണം എന്നുള്ള ഒരുക്കത്തിൽ വന്നത് കൊണ്ട് എന്തായാലും കഴിച്ചിട്ട് തന്നെ പോകാം. ഇവിടെ ഫസ്റ്റ് ടൈം ആട്ടോ വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഷവർമ പറയാതിരിക്കാൻ പറ്റില്ല, അടിപൊളിയാണ്. നല്ല ഹൈജീനിക്കായിട്ട് ചെയ്തെടുക്കുന്നതാണ്. എന്തായാലും നമുക്ക് വിശ്വസിച്ചിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടാണിത്. അവിടെ സെർവ് ചെയ്യുന്ന തന്നെ നോക്കിയാൽ നല്ല ഭംഗിയില്ലേ കാണാൻ. സെർവ് ചെയ്യുന്ന തന്നെ നല്ലൊരു സ്റ്റാൻഡേർഡായിട്ടാണ് അവിടുന്ന് സെർവ് ചെയ്യുന്നത്.
എന്തായാലും നമുക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിന്. എന്തായാലും നല്ല ക്രീമി ആയിട്ടുള്ള ഷവർമ്മയാണ്, എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം പിന്നെ നമുക്കെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിന്. നമ്മൾ വാങ്ങിച്ച എല്ലാ സ്പെഷ്യലും നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇന്ന് നമ്മൾ വയറൊക്കെ നിറഞ്ഞു, നമ്മൾ ഹാപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. ബൈ.